ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ സൈബർ ആക്രമണം പെയ്ഡ് ആക്രമണമെന്ന് റിനി ആൻഡ് ജോർജ് ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് പൊള്ളുന്നത് കൊണ്ടാണ് ആക്രമണം ഉണ്ടാകുന്നത്. സൈബർ അറ്റാക്കിനെ ബഹുമതിയായി കാണുകയാണ്. പോരാട്ടം തുടരുമെന്നും റിനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. സൈഫുനിസ അലിയാർ ചേരുകയാണ്. സൈഫുനിസ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിഷയം തുടങ്ങിയത് തന്നെ ഒരു യുവ നേതാവിനെതിരായ പരാമർശത്തിൽ റിനി നടത്തിയ ഒരു പരാമർശമാണ്. ആ പരാമർശത്തിൽ തുടങ്ങിയാണ് വിവിധ ആളുകൾ ഈ തരത്തിൽ ഒരു പരാതിയെങ്കിലും ഉണ്ട് എന്ന തരത്തിൽ പുറത്ത് പറയാനെങ്കിലും തുടങ്ങിയത്, ഒരു അന്വേഷണത്തിലേക്ക് പോയത്. ഇപ്പോൾ ഈ ആരോപണത്തെ തുടർന്നുള്ള ആക്രമണത്തെ നേരത്തെ തന്നെ റിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു വി.ഡി. സതീശൻ പിതാവിനെ പോലെയാണ് എന്ന കാര്യം. എന്തായാലും വി.ഡി. സതീശനെതിരെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ നിന്ന് തന്നെയാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായത്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഉയർന്നിരിക്കുന്ന സൈബർ ആക്രമണത്തിൽ ശക്തമായ നിലപാടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്ന ആളാണ് റിനി. അന്ന് തന്നെ റിനി പറഞ്ഞിരുന്നു തനിക്ക് വി.ഡി. സതീശൻ പിതൃതുല്യനാണ് എന്നും ഏറെ അടുപ്പമുള്ള ആളാണ് എന്നും ഒക്കെ തന്നെ അന്ന് റിനി പറയുകയും ചെയ്തിരുന്നു. മകളെ പോലെയാണ് എന്ന് വി.ഡി. സതീശനും പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. റിനിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ഒരു നിലപാടിൽ കർശനമായി നടപടിയെടുക്കണമെന്ന നിലപാടിൽ വി.ഡി. സതീശൻ അന്ന് ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി പെട്ടെന്നൊരു നടപടി എടുക്കുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. MLA സ്ഥാനം രാജിവെക്കണമെന്ന ഒരു അടക്കമുള്ള ആവശ്യങ്ങൾ അതേ തുടർന്ന് പിന്നീട് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വി.ഡി. സതീശനെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉയർന്നിരിക്കുന്നത്. ഈ സൈബർ ആക്രമണം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റിനി പുതിയൊരു പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വി.ഡി. സതീശനെതിരെ ഉണ്ടായിരിക്കുന്ന സൈബർ ആക്രമണം പെയ്ഡ് ആക്രമണം എന്നാണ് റിനി ആൻഡ് ജോർജ് പറയുന്നത്. ഉന്നയിച്ച കാര്യം കൊള്ളുന്നവർക്ക് അത് പൊള്ളുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അതായത് ആർക്കെതിരെയാണോ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചത് അവരുടെ ആളുകൾ തന്നെയാണ് ഇപ്പോഴുള്ള ഈ സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് റിനി ആരോപിക്കുന്നത്. സൈബർ അറ്റാക്കിനെ ബഹുമതിയായി കാണുന്നു എന്നും റിനി പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും താൻ ഉന്നയിച്ച ആരോപണങ്ങളിലും എല്ലാം തന്നെ പോരാട്ടം തുടരുകയും ചെയ്യുമെന്നാണ് റിനി പറയുന്നത്. ഇത് കൂടാതെ തന്നെ പതപ്പിക്കലുകാർക്കും വെളുപ്പിക്കലുകാർക്കും നക്കാപ്പിച്ച എടുക്കാമെന്നും പ്രത്യേകിച്ച് സദാചാര അമ്മച്ചിമാർക്കും എന്തായാലും നിയമവഴിയിലില്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നല്ലല്ലോ എന്നും റിനി പറയുന്നുണ്ട്. അതായത് ഒന്നും ഇവിടെ അവസാനിപ്പിക്കുന്നില്ല. തൻ്റെ നിലപാടിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത്തരം നിലപാടുമായി മുന്നോട്ട് പോവുകയും ചെയ്യും, പോരാട്ടം തുടരുകയും ചെയ്യും. സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും റിനി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഉയർന്നിരിക്കുന്ന സൈബർ ആക്രമണം അത് പെയ്ഡ് ആക്രമണമാണെന്നും താൻ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവിടെ നിന്ന് തന്നെയാണ് ഇത്തരം പെയ്ഡ് ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നുമാണ് ഇപ്പോൾ റിനി പറഞ്ഞു വെക്കുന്നത്. സൈഫുനിസ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിനി അടക്കമുള്ള ഈ പരാതി തുടങ്ങിയ സ്ത്രീകൾക്കെതിരെ ആ തരത്തിൽ തന്നെ ആക്രമണം ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് അവസാനിച്ചിട്ടുമില്ല. തീർച്ചയായും അവർക്കും എതിരെയും സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ അത്തരം സൈബർ അറ്റാക്ക് നടക്കുന്നതിനെയും റിനി പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ ആദ്യം ഒരു ശക്തമായ നിലപാടെടുത്ത ഒരാൾ ഉമാ തോമസ് MLA ആയിരുന്നു. അന്ന് ഉമാ തോമസ് MLAക്കെതിരെയും ഇതുപോലെ തന്നെ കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. അന്നും ഇത്തരം സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ളത് വി.ഡി. സതീശൻ അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അത്തരം പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെയാണ് ഇപ്പോൾ സൈബർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ വിഷയത്തിൽ അന്നും റിനി കൃത്യമായ നിലപാടെടുത്തിരുന്നു. താൻ പറയാനുള്ളത് ഇനിയും തുറന്നു പറയും. ഇത്തരം രീതിയിൽ എന്തെങ്കിലും സൈബർ ആക്രമണങ്ങളിലൂടെ തന്നെ നാവടപ്പിക്കാൻ സാധിക്കില്ല എന്നുമായിരുന്നു റിനി പറഞ്ഞത്. എവിടെയും റിനി രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുകയായിരുന്നു എന്ന് റിനി ചെയ്തിരുന്നത്. ആ വിഷയത്തിൽ ഇപ്പോഴും തന്റെ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുകയാണ് റിനി. കാരണം ഇപ്പോൾ കോൺഗ്രസിൽ നിന്നടക്കം തന്നെ നേതാവിനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ അടക്കം പിൻവലിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായാണോ എന്ന് സംശയിക്കുന്നുണ്ട് എന്ന ഒരു റിനിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാകാം റിനി ഇപ്പോൾ ഇക്കാര്യത്തിൽ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നൊരു നിലപാട് ആവർത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുവാൻ. സൈഫുനിസ, ഈ നിമിഷം പോലും നമുക്ക് പറയാനാവുന്നത് ഈ പെൺകുട്ടികളൊക്കെ പറയുന്ന ഒരു കാര്യം, സ്വകാര്യത പുറത്ത് ആകുമോ എന്ന തരത്തിൽ പരാതിയുമായി പോയാൽ ഈ തരത്തിൽ അവരുടെ സ്വകാര്യതയെ ബാധിക്കും എന്ന തരത്തിലായതുകൊണ്ടാണ് പലരും പരാതിപ്പെടാൻ തയ്യാറാകാത്തത്. അത് നമ്മുടെ തന്നെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നമില്ല. കാരണം അവർക്ക് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല.
തീർച്ചയായും ഇത്തരം തുറന്നു പറയുന്ന സ്ത്രീകളാണ് ആദ്യം ഇത്തരം സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് എന്നുള്ളതാണ് വസ്തുത. കാരണം നിലവിലിപ്പോൾ റിനിയുടെ കാര്യമാണെങ്കിൽ പോലും പിന്നീട് ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിച്ച മറ്റ് സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും പെരുമാറുന്നത്. ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചെന്ന് വലിയ രീതിയിൽ മോശം പരാമർശങ്ങൾ നടത്തുക, സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച നേതാക്കന്മാർക്കെതിരെയും ഇത്തരം പരസ്യമായി തന്നെ സൈബർ ആക്രമണം നടത്താൻ ഇവർ മുതിരുന്നു എന്നുള്ളതാണ്. എങ്കിലും ഈ റിനിയെ പോലുള്ള സ്ത്രീകൾ ഒരു നിലപാട് ഈ വിഷയത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത്തരം സൈബർ ആക്രമണങ്ങളൊന്നും താൻ വില കൽപ്പിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതെല്ലാം ബഹുമതിയായി കാണുന്നു എന്നുള്ള റിനിയുടെ ഇന്നത്തെ പ്രതികരണം. ശരി സൈഫുനിസ, എന്തായാലും സൈബർ ആക്രമണം അയാൾക്ക് തന്നെ ദോഷം ചെയ്യും എന്ന് പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം വ്യക്തമാക്കട്ടെ, നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നതല്ല എന്ന് കൂടി റിനി പറയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് കൂടി വ്യക്തമാക്കുകയാണ് റിനി ആൻഡ് ജോർജ്.